125 കിലോമീറ്റർ നടന്ന് കമ്മ്യൂണിസ്റ്റ് മിഷനിൽ എത്തിച്ചേർന്ന ടീം ക്ലൗഡ്സ് ഓഫ് അബയുടെ അമരക്കാരനും യൂട്യൂബറുമായ അലി ബ്ലോഗേഴ്സിനെ കമ്മ്യൂണിസ്റ്റ് പൗരാവലി ആദരിക്കുന്നു. അലി ബ്ലോഗേഴ്സിനെ നല്ലൊരു കൈ നൽകുന്നു. തൊണ്ടൊക്കെ വരണ്ട്, വെള്ളം കഴിഞ്ഞു. എവിടെയെങ്കിലും ഒരു ബക്കാല കിട്ടിക്കഴിഞ്ഞാൽ വെള്ളം എന്തെങ്കിലും മേടിക്കായിരുന്നു. നമ്മൾ ചുരം കയറി ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ കണ്ടോ താഴത്ത് നല്ല കൃഷിയിടങ്ങൾ. നാട്ടിലത്തെ പാടം പോലെ അതല്ല, പാടം തന്നെ. നിങ്ങളെ സ്വീകരിക്കാൻ പറ്റിയ 2 ദിവസമായിട്ട് നല്ലൊരു ഫുഡ് കഴിച്ചിട്ട് ഇന്നലെ ജസ്റ്റ് ചെറിയൊരു ചോറ് തിന്നല്ലാണ്ട് ഇന്നിപ്പോ രാവിലെ ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പം മക്കളെ, വെരി ഗുഡ് മോർണിംഗ്. നമ്മുടെ കാൽനട യാത്ര 125 കിലോമീറ്ററിൻ്റെ കാൽനട യാത്രയിലെ 2ാമത്തെ ദിവസം അവിടെ സ്റ്റാർട്ടാവാണ്. ഇന്ന് നമ്മൾ യാത്ര തുടങ്ങിയിട്ടുള്ളത് 5:27 കേട്ടോ, രാവിലെ 5:27. കാരണം ഇന്നലത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, 6:30 ഇറങ്ങിയിട്ട് ആ 1 മണിക്കൂർ നമുക്ക് മിസ്സായി. അപ്പോൾ ഒരു നല്ല ചൂടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഒരു സംഭവം എന്താ വെച്ചാൽ, നമ്മളിപ്പം ഫസ്റ്റ് ചെക്ക് പോയിൻ്റ് കഴിഞ്ഞ് ഇനി മുകളിലേക്ക് കയറാണ്. അപ്പോൾ ടാസ്ക് എന്ന് പറയുന്നത് ഇന്നലത്തെ അത്ര സിമ്പിളായിട്ട് പോരാൻ കഴിയില്ല. കാരണം ഇന്ന് 65 കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. കൂടാതെ പിന്നെ ചുരമാണെന്ന് കയറാനുള്ളത്. ഇന്ന് കുത്തനെ അങ്ങനെ കയറിപ്പോകണം. അതുകൂടാതെ എന്താ പറയുക, പിന്നെ കാലാവസ്ഥ മാറും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചലഞ്ചുകളുണ്ട്. എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നറിയില്ല. അതുകൊണ്ടൊക്കെ തന്നെ 1 മണിക്കൂർ മുന്നേ തന്നെയാണ് പുറപ്പെട്ടുള്ളത് കേട്ടോ. എന്തായാലും ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോൾ ഇതാ വടിയും കുത്തി നമ്മളെ യാത്ര ഇങ്ങനെ തുടങ്ങുകയാണ്. സൈഡിൽ കണ്ടില്ലേ വലിയ വലിയ മലകളൊക്കെയാണ്. ഈ മലകൾ കയറിയിട്ട് വേണം നമുക്ക് മുകളിലെത്താൻ, ഏറ്റവും മുകളിലേക്ക്. അപ്പോൾ അതിങ്ങനെ ചുറ്റിയിട്ടാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക സംഭവം കിടക്കുന്നത്. അപ്പോൾ ഒരുപാട് കറങ്ങാണ്ട്. അപ്പോൾ എന്തായാലും ഇന്നലെയൊക്കെ തന്ന അതേ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വീഡിയോ കാണുമ്പോൾ ഇതിനൊക്കെ ഞാൻ അവിടെ എത്തിയിട്ടുണ്ടാകും. ഇൻഷാ അല്ലാഹ് എത്തുന്നുള്ള പ്രതീക്ഷയാണ്. അപ്പോൾ എന്തായാലും ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പം സ്ഥിരം പറഞ്ഞ പോലെ ദിസ് ഈസ് ഷമീർ അലി ആൻഡ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അലി വ്ലോഗ്സ്. അപ്പോൾ മക്കളെ, നമ്മളിതാ അങ്ങനെ നടന്ന് 5 കിലോമീറ്റർ കഴിഞ്ഞു. അപ്പം ഇതായിട്ടില്ലേ സൈഡിലിങ്ങനെ വലിയ മതിൽ, മുകളിൽ നിന്ന് കല്ലും ഇതൊന്ന് ചാടി വെക്കുക, അതൊക്കെ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് അവിടെ ഒരു പണ്ടത്തെ പാലം കേട്ടോ, ആ ഒരു ടൈപ്പ് പാലം ഉണ്ടാക്കി വെച്ചിരുന്നു. ഇന്നലത്തെ മാതിരിയല്ല കേട്ടോ, ഇന്ന് അത്യാവശ്യം സീനാണ്. നടന്ന് കയറുകയാണ്. ഇന്നലെ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് നല്ല സുഖമുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് റിസ്ക്കാണ്. എന്തായാലും പോയി നോക്കുക. അതാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. 2 സൈഡിലും വലിയ മലകൾ, അതിൻ്റെ സൈഡത്തെ ഗ്യാപ്പിലൂടെ ഇങ്ങനെ റോഡ്. വണ്ടികൾ 80 സ്പീഡാണെങ്കിലും ക്യാമറ ഒക്കെ ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് നല്ല സ്പീഡിലുള്ള വണ്ടികൾ പോകണം, അടിച്ച് മിന്നി. ഇവിടുത്തൊക്കെ പാറകളുടെയൊക്കെ ഒരു സ്റ്റൈലുണ്ടല്ലേ, മാർബിൾ കട്ടകൾ പോലത്തെ പാറകളാണ്, ചെത്തി വെച്ചുണ്ടോ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടുത്തെ മണ്ണായാലും മലകളായാലും ഒരു പ്രത്യേക സ്ട്രക്ചറാണ് കാണാൻ തന്നെ. ഈ യാത്രയിൽ ഒരു ടാസ്ക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നടത്തല്ല കേട്ടോ. ഏറ്റവും റിസ്ക് ആയി തോന്നിയിട്ടുള്ളത് ഇവിടെ പല ഏരിയകളിലും നായകൾ കല്ലെടുത്ത് എറിഞ്ഞാൽ പോലും അവന്മാർ പോകില്ല. ഇവിടെ വേറെ സാധനം കണ്ടിക്കണം, കാണിച്ചാൽ എന്തൊക്കെയാ അടിപൊളി. സൗദി അറേബ്യയിൽ നിന്ന് പാമ്പിനെ കിട്ടിക്കുന്നത്. സൗദി അറേബ്യയിൽ നിന്ന് പാമ്പിനെ കിട്ടിക്കുന്നത്.
ഇതുണ്ടോ ബിഗ് പാമ്പ് പാമ്പിനെ താഴത്തേക്ക് എടുത്ത് എറിഞ്ഞു. പക്ഷെ കളിപ്പാമ്പായിരുന്നു തോന്നുന്നു. അങ്ങനെ നമ്മളെ രണ്ടാമത്തെ ദിവസം യാത്ര ചെയ്തിങ്ങനെ കുറച്ചിങ്ങനെ മുമ്പോട്ട് പോയപ്പം പിന്നെ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചിങ്ങനെ ഇരുന്നതാണ്. അപ്പോൾ അതാ ഈ ബാഗും കൊടിയൊക്കെ കണ്ടിട്ട് പിന്നെ സൗദിയിലെ കുറച്ച് ചെക്കന്മാർ വണ്ടി നിർത്തി. അവർ നല്ല ബർഗറും അതുപോലെ തന്നെ പെപ്സി കാര്യങ്ങളൊക്കെ തിന്നിട്ട് അവർ പോയിട്ടുണ്ട്. എന്താ പറയുക, ഇതേപോലെ കുറേ സൗദികൾ മാത്രമല്ല കേട്ടോ, കുറച്ച് 2-3 മലയാളി ഫാമിലീസ് കണ്ടിട്ടുണ്ടായിരുന്നു വരുന്ന ടൈമിൽ. അവരവരുടെ കയ്യിലുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരു എഫേർട്ട് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. ഒന്നും പ്രതീക്ഷിക്കാതെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ എന്താ പറയുക, ഒരു വേറൊരു ഫീലാണ്. പക്ഷെ നമ്മളെന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നും കിട്ടില്ല, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടും ഇല്ലെങ്കിൽ ഭയങ്കര വിഷമകരം. അപ്പം നമ്മുടെ ഒരു പാഷൻ അനുസരിച്ചിട്ട് നമ്മൾ യാത്ര ചെയ്യുക, ബാക്കി കണ്ട് വരും. വന്നില്ലെങ്കിലും എന്താ പറയുക, നമുക്ക് നമ്മളോട് തന്നെ ഒരു സന്തോഷം തോന്നുമല്ലോ. അതാണ് വേണ്ടത്. അപ്പോൾ മക്കളെ കുറേ നടന്നു. അപ്പോൾ അതാ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഒന്ന് ഇരിക്കുകയാണ്. ഇനിയും നല്ല കുത്തനെ കയറി പോകാനുള്ളൂ. പക്ഷെ ഒരു സുഖമുള്ള വെച്ചാൽ ഈ മലകളുടെ ഗ്യാപ്പിൽ തണലുള്ളതുകൊണ്ടേ കുറേയൊക്കെ സമാധാനമുണ്ട്. അതല്ലെങ്കിൽ ഈ വെയിലും ഈ ഒരു ചെങ്കുത്തായ കയറ്റൊക്കെ ആകുമ്പോൾ ആകെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ പറയണ പോലെ തന്നെ ദിവസം ഒരു 10 അല്ലെങ്കിൽ മാക്സിമം ഒരു എന്താ പറയുക, ഒരു മിനിമം ഒരു 15 മിനിറ്റെങ്കിലും ഒന്ന് നടക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ നടത്തും. കാരണം എന്താ വെച്ചാൽ അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. നമ്മളൊരു എന്താ പറയുക, ഒരു ജസ്റ്റ് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യരുത്. നമ്മളിപ്പോൾ രാവിലെ എണീറ്റാൽ പല്ല് തേക്കുന്നത്, ഭക്ഷണം കഴിക്കണേ എന്നൊക്കെ ചെയ്യുന്നുള്ളൂ. അതൊന്നും നമുക്കൊരു ഭാരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് തോന്നിയിട്ടില്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. എന്നതുപോലെ ദിവസം ഒരു അരമണിക്കൂറില്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും മിനിമം എക്സസൈസ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് ശരിക്കും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഇൻസ്പയർ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു യാത്ര. എന്തായാലും അൽഹംദുലില്ലാഹ് ഒരു 3/4 ഭാഗം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ. എന്തായാലും എന്തുണ്ടല്ലേ, നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം. ആ മലൻ്റെ മുകളിലൊക്കെ ഉണ്ടോ ഓരോ വീടുകൾ, അവിടെയൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു രസം. അവിടേക്കൊക്കെ വണ്ടികളും പോകുന്നുണ്ട്. എന്തായാലും നല്ല കിളികളുടെ സൗണ്ടൊക്കെ കേട്ട് ഇരിക്കാനേ വേറൊരു ഫീൽ തന്നെ. നമ്മൾ ചുരം കയറി ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ കണ്ടോ താഴത്ത് നല്ല കൃഷിയിടങ്ങൾ. നാട്ടിലത്തെ പാടം പോലെ എന്നല്ല, പാടം തന്നെ. അസ്സലാമു അലൈക്കും. കൈഫൽ ഹാൽ? അയ്യോ روح قميص مشيد قميص مشيد. ايوه شكرا. ഇവിടെ ഒരാളിങ്ങനെ താഴ്ത്തിപ്പണിയൊക്കെ ഉണ്ടല്ലേ. അത് കഴിഞ്ഞിങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഉണ്ട് അവിടെ പശുക്കളൊക്കെ വളർത്തുന്നു. പശുക്കളെ ഫാമുണ്ട് ആ സൈഡിൽ. നടന്ന് നമ്മളങ്ങനെ അവസാനം അബ്ബഹ എത്താറായി. ഇനിയൊരു 5 കിലോമീറ്ററും കൂടെ ഉള്ളൂ അബ്ബഹയ്ക്ക്. തൊണ്ടൊക്കെ വരണ്ട്, വെള്ളം കഴിഞ്ഞു. എവിടെയെങ്കിലും ഒരു ബക്കാല കിട്ടിക്കഴിഞ്ഞാൽ വെള്ളം എന്തെങ്കിലും മേടിക്കായിരുന്നു. അപ്പോൾ ഏറെക്കുറെ നമ്മൾ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നോക്കുക എന്താണ് അവസ്ഥ എന്നുള്ളത്. അങ്ങനെ നമ്മളിതാ ഏകദേശം അബ്ബഹ എത്താറായി. അബ്ബഹ ചെക്ക് പോയിന്റിലേക്ക് ഇനി ഇതാ
ഈ കാണുന്നൊരു ചുരം ഉണ്ടോ, ഇവിടെ ഒരു ചുരം, വലിയൊരു ചുരം പോണേ. അത് കയറി കഴിഞ്ഞാൽ അബഹ ചുരത്തേക്ക് എത്തും. അബഹ ചെക്ക് പോയിന്റിലേക്ക് എത്തും. ലാസ്റ്റ് നിമിഷത്തെ ഒരു നടത്തം. അബഹയിലെത്തും. അബഹയിലെത്തി കഴിഞ്ഞാൽ കുറച്ച് റെസ്റ്റ് എടുക്കണം. പിന്നെ ഖമീസിലേക്ക്. Sometimes I get so mad, there's no controlling me. My thoughts get so bad, I'm like, I might grab a bat, I don't know. My wrath, my blood boils over like, oh God, here goes. I lost all feeling from my head to my toes. You said some shit that I can't let go, so just stay tuned for the rest of the show. So have you ever felt betrayed? Switches how you see things, realize something needs change. Cause I know you got me up, let me show you what's up. Cause enough is enough. I'll take a face full of pavement just to make a statement. I know there's no turning back. Oh God, adrenaline wasted, so mad I can taste it. I know there's no turning back. അപ്പോൾ മക്കളെ അങ്ങനെ നമ്മളിതാ വളരെ സക്സസ്ഫുൾ ആയിട്ട് അബഹ ചുരം കയറിയിരിക്കുന്നു സുഹൃത്തുക്കളെ. അബഹ ചുരം കഴിഞ്ഞു കേട്ടോ. ചുരം കഴിഞ്ഞ ഉടനെയുള്ള ഒരു ബ്രിഡ്ജിൻ്റെ താഴത്താണുള്ളത്. മോനെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ കയറാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ അബഹ സിറ്റിയിലൂടെയാണ് ഈ നടന്നു പോകുന്നത്. അബഹ സിറ്റി ഹോട്ടലുകൾ. ക്ലൈമറ്റ് ഉണ്ടോ, നമ്മൾ ബേസിൽ നിന്ന് വന്നുള്ള ക്ലൈമറ്റ് അല്ല, നല്ല തണുപ്പുണ്ട്. അതുപോലെ തന്നെ മേഘങ്ങളൊക്കെ, ആകാശമൊക്കെ മൂടി കിടക്കുന്നുണ്ടല്ലേ, വേറൊരു വൈബ് ഫീൽ. അപ്പോൾ മക്കളെ നമ്മളങ്ങനെ നടന്ന് അബഹയിലെത്തിയപ്പോൾ തിരൂരിലുള്ള മലയാളി ഫാമിലീസിനെ കണ്ടേക്കണേ. ഉമ്മാൻ്റെ അതിൽ കേട്ടോ. പിന്നെ വീഡിയോയിൽ കൊള്ളിക്കണം എന്ന് പറഞ്ഞു. അപ്പം പിന്നെ നമ്മളൊന്നും നോക്കാൻ പാടില്ലല്ലോ, നമ്മൾ വീഡിയോയിലാണ് കൊള്ളിച്ചിക്കണ്. ഇതവര് ഫുള്ള് ഫാമിലി ആയിട്ട് വന്നിട്ടുള്ള കേട്ടോ. പാലക്കാട്. ആ നിങ്ങള് പാലക്കാടാ? പാലക്കാട് തിരൂര്. ആഹാ, പാലക്കാട് എവിടെ നിങ്ങള്? ആഹാ, ഞാൻ അവിടെ ഒലവക്കട പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും സന്തോഷം കണ്ടതില്. ഓക്കെ, വലൈക്കും സ്ലാം. അയ്യോ, अस्सलाम वालेकुम. फिलहाल അങ്ങനെ ബേസിൽ നിന്ന് 1.5 ദിവസമായി നടക്കാൻ തുടങ്ങി നമ്മുടെ അലി വ്ലോഗ്സ്. അങ്ങനെ അബഹ ICTയിൽ എത്തിയിരിക്കുകയാണ്. ഒരു വമ്പിച്ച സ്വീകരണം. അബഹ സ്വീകരണം വന്നിട്ട് നല്ലൊരു വെൽക്കം പാർട്ടിയാണ് നിങ്ങളെ സ്വീകരിക്കാൻ റഷ്യക്കാരെ. അപ്പൊ മക്കളെ അങ്ങനെ നമ്മള് ഓടി നടന്ന് അബഹയിലെത്തിയപ്പോ നമ്മളെ ചങ്കുകളെ വക നല്ല ബീഫ് ബിരിയാണി ഉണ്ട്. സത്യം പറഞ്ഞാൽ ഒരു 10-20 ദിവസമായിട്ട് നല്ലൊരു ഫുഡ് കഴിച്ചിട്ട് ഇന്നലെ ജസ്റ്റ് ചെറിയൊരു ചോറ് തിന്നല്ലാണ്ട് ഇന്നിപ്പോ രാവിലെ ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് ഫുഡ് കഴിക്കുന്നത്. മാഷാ അല്ലാഹ്, അടിപൊളി. ചെക്കന്മാർ പൊളിയാണ്. ഇനി കുറച്ചും കൂടി കിലോമീറ്ററുകൾ ഇങ്ങനെ നടക്കാനുള്ളൂ, അത് കമ്മീസിലേക്ക്. ഓക്കെ, അപ്പൊ സെറ്റ്. മുന്നോട്ടാണ്. ഈ ഒരു 125 കിലോമീറ്റർ നടക്കുക എന്നുള്ളതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താ വെച്ചാൽ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് ഇൻസ്പയർ ആയിട്ട് ദിവസവും ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് നടക്കുക എന്നുള്ളൊരു തോട്ട് വരണം എന്നുള്ളത് കൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ്. ആരോഗ്യം ഉണ്ടെങ്കിൽ തന്നെ എന്തും നമുക്ക് നേടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു എന്താ പറയുക മെസ്സേജ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ദർബിൽ നിന്നും ഖമീസിലേക്ക് ഇങ്ങനെ ഒരു യാത്ര ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. 125 കിലോമീറ്റർ
നടന്ന് കമ്മ്യൂണിസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ചേർന്ന ടീം ക്ലൗഡ്സ് ഓഫ് അബയുടെ അമരക്കാരനും യൂട്യൂബറുമായ അലി ബ്ലോഗേഴ്സിനെ കമ്മ്യൂണിസ്റ്റ് പൗരാവലി ആദരിക്കുന്നു. അലി ബ്ലോഗേഴ്സിനെ ക്ഷണിക്കുന്നു. അലി ബ്ലോഗേഴ്സിനെ നല്ലൊരു കൈയ്യടി ആദരിക്കുന്നു. അലിക്ക് നല്ലൊരു കൈയ്യടി. ഫിഫ FC ആദരിക്കുന്നു. അപ്പോൾ മക്കളെ, അങ്ങനെ നമ്മുടെ 125 കിലോമീറ്റർ കാൽനട യാത്ര വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഒരുപാട് അനുഭവങ്ങളായിരുന്നു ശരിക്കും ഈ യാത്രയിൽ ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും നല്ലതും ചീത്തയുമായിട്ടുള്ള കുറേ അനുഭവങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു യാത്രയിൽ കൂടെ നിന്ന് ഒരുപാട് ആളുകൾക്കും കുറച്ച് നെഗറ്റീവ് അടിച്ച ആളുകൾക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. എന്തായാലും ഒരുപാട് നല്ല ഓർമ്മകളായിട്ടാണ് ഈ ഒരു യാത്ര അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ മെസ്സേജ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആരെങ്കിലും ഒരാൾക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും ഒരു മോട്ടിവേഷനായിട്ട് ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ അല്ലെങ്കിൽ നടക്കാനുള്ള ഒരു പ്രചോദനം ഉണ്ടാവണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനൊരു യാത്ര തന്നെ പുറപ്പെട്ടിട്ടുള്ളത്. അപ്പം എന്തായാലും കൂടെ നിന്ന് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇനിയും പുതിയ യാത്രകളും കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഈസ് ഷമീർ അലി സൈനിങ് ഓഫ്.